മലപ്പുറത്തേക്കാണ് കോഡൂർ പഞ്ചായത്ത് മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തം ഉണ്ടായി. അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വിപിൻ സി വിജയനുണ്ട്. വിപിൻ, എന്താണ് നിലവിൽ നൽകാനുള്ള വിവരം? എന്തെങ്കിലും പുരോഗതിയുണ്ടോ തീ അണയ്ക്കുന്നതിൽ? അനുജ, തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ പുഴയിൽ നിന്നും വെള്ളമെടുത്ത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അയക്കുന്നത്. കാരണം കൂടുതൽ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, വലിയ വാഹനങ്ങളൊന്നും തന്നെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പുഴയിൽ നിന്നും വെള്ളമെടുത്തുള്ള ഒരു അണയ്ക്കലാണ്. ഒപ്പം തന്നെ ഇത് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമുക്ക് കാണുന്ന പോലെ തന്നെ ആ പുറകുവശത്തെ, അതായത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം, ആ ഭാഗത്തു നിന്നാണ് ഇവർക്ക് ആദ്യം തീ പിടിച്ചത് എന്നുള്ളതാണ് ഈ ഹരിതകർമ്മ സേനയുടെ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് അവിടെ നിന്നായിരുന്നു, നമുക്ക് എത്ര ചൂട് കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്നാണ് തീ പിടിച്ചത്. അതിൽ നിന്ന് പിന്നീട് കേന്ദ്രത്തിൻ്റെ അകത്തേക്ക് തീ വരികയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുറത്ത് തീപിടുത്തം ഉണ്ടാകുന്നതിനുള്ളൊരു കാരണം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ ഇനിയും അന്വേഷിക്കേണ്ടതാണ്. പുറത്തുനിന്നും തീ അകത്തേക്ക് എങ്ങനെയാണ് എത്തിയത്, അല്ലെങ്കിൽ പുറത്ത് എന്തുകൊണ്ട് അത് സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലും ഒരു അന്വേഷണം ആവശ്യമായിരിക്കും. അങ്ങനെ ഉള്ളിലേക്ക് തീ വന്ന ഉടൻ തന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. 8 ഹരിതകർമ്മ സേനയുടെ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മോട്ടറിൽ ഇത് ജനറേറ്ററൊക്കെ കൊണ്ടുവന്ന് വെള്ളം ഈ പുഴയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അടിച്ച് കയറ്റുന്നതാണ്. ഈ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പൈപ്പുകൾ ഇവിടെ എത്തിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത്. ഇപ്പോൾ ഈ മാലിന്യം പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ ഈ കേന്ദ്രം പൂർണ്ണമായിട്ടും നശിച്ചു എന്നുള്ളതിൽ തർക്കമില്ല. കാരണം അത്രത്തോളം വലിയ പുകച്ചുരുളുകളും അത്രത്തോളം വലിയ ഒരു തീപിടുത്തവുമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശം പൂർണ്ണമായിട്ടും, ഈ ഒരു സ്ഥലം മുഴുവനായിട്ടും തീപിടുത്തത്തിൽ നശിച്ചു കഴിഞ്ഞു. KSEB പ്രദേശത്തെ എല്ലാ വൈദ്യുതി ലൈനുകളും ഇപ്പോൾ വന്ന് ഓഫാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതമായിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ തീപിടുത്തം ഇത് എത്രയും വേഗം അണയ്ക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു ശ്രമം ഓരോ ഭാഗത്തു നിന്നായിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ ഒരു ശ്രമം ഉണ്ട്. പക്ഷേ എന്നാൽ പോലും അത്ര അടുത്തേക്ക് പോവുക എന്നുള്ളതൊക്കെ വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇപ്പോൾ ഏകദേശം അതൊരു 45 മിനിറ്റ് ആയിരിക്കുന്നു ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അത്രയും സമയം അത് അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് മാത്രമല്ല, വേസ്റ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇതിലുണ്ട്. ഹരിതകർമ്മസേന എടുക്കുന്ന എല്ലാം ഇവിടേക്കാണ് എത്തിക്കുന്നത്. ഇത് മലപ്പുറം നഗരത്തോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. ഇത് അടുത്ത പഞ്ചായത്തിൻ്റെ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമാണെങ്കിലും മലപ്പുറം നഗരത്തോട് ചേർന്നാണ് അനുജ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോഴും ഈ പുഴയിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ച് തീയണയ്ക്കാൻ ആ തരത്തിലേക്ക് തന്നെയാണോ? അതല്ലാതെ അങ്ങോട്ടേക്ക് ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് എത്തുക പ്രയാസകരമാണല്ലേ? അതെ, വലിയ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ എത്തിക്കാൻ സാധിക്കില്ല. കാരണം ചെറിയ ഇടുങ്ങിയ വഴിയാണ്. പിന്നീട് ഈ ചെറിയ വാഹനങ്ങൾ ഉള്ളത് കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നിലവിൽ അത്തരം ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല. ഒരു വാഹനം മാത്രമാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പൈപ്പുകൾ കൂടുതലായി എത്തിച്ച് ഇതുപോലെ പുഴയിൽ നിന്ന് വെള്ളം എടുക്കുന്നു, പുറകിലൂടെ ഓരോ ഭാഗങ്ങളായി അണയ്ക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് മുൻവശമാണ്. മുൻവശത്ത് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പുകച്ചുരുളുകൾ വലിയ ഒരു വിഷപ്പുക തന്നെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അത് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. പുറകുവശത്ത് ഈ കേന്ദ്രത്തിനകത്തുള്ള ഒരു തീപിടുത്തം അത് അണയ്ക്കുന്നതിനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. ഈ ഹരിതകർമ്മസേന അംഗങ്ങളൊക്കെ ഒരു വലിയ പേടിയിലാണ് എന്ന് തന്നെ പറയാം. കാരണം അവരുണ്ടായിരുന്ന ഒരു നിമിഷ നേരം കൊണ്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങി ഓടിയത് കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. അപ്പോൾ ചേച്ചി, ഇത് പുറത്തു നിന്നല്ലേ ഇപ്പൊ അകത്തേക്ക് തീ വന്നത്? പുറത്തുനിന്നാണ് തീ വന്നത്. അവിടുന്ന് പുറത്തുനിന്ന് ശരി. ആ തെങ്ങുമെന്ന് പൊട്ടണ ഒച്ച കേട്ടത് ഞങ്ങൾ ഉള്ളിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് നോക്കി ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ കണ്ടതാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ പുറത്ത് ചാടി, ചേച്ചി പുറത്ത് ചാടിയപ്പോഴാണ് ഇങ്ങനെ കത്തണുണ്ടത്. അത് പുറത്തുനിന്നുള്ള വലിയ ശബ്ദം കേട്ടതോടുകൂടിയാണ് അതിലേക്ക് ശ്രദ്ധ വന്നത്. അപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്യുന്നതും അറിഞ്ഞു എന്നുള്ളതാണ്. അനുജ, നിലവിലെ സ്ഥിതി ഇപ്പോഴും തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 8 പേരാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. അവർ മുഴുവൻ പുറത്ത് ചാടി രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് ആ തരത്തിലേക്ക് ആളപായമൊന്നുമില്ല. പക്ഷേ ആ പരിസരം പൂർണ്ണമായും പുകയാൽ നിറഞ്ഞിരിക്കുകയാണ്. തീ അണയ്ക്കാൻ ചില പരിമിതികളുണ്ട്. വെള്ളം ശേഖരിച്ച് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നു എന്ന വിവരമാണ് വിപിൻ സി വിജയൻ നൽകിയത്.